ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മുടെ കൂടെ ലംബോർഗിനി ഉറുസാണ് ഗൈസ്. ലംബോർഗിനി ഉറുസിനെ പറ്റി ഞാൻ അങ്ങനെ അധികം പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല താല്പര്യമുള്ള കാറില്ല, അത്യാവശ്യം താല്പര്യമായിട്ടാണ് നമ്മുടെ പ്രത്യേകിച്ചുള്ളതാണ് ഗൈസ്. ഈ വണ്ടി പക്ഷേ നിങ്ങൾ വിചാരിക്കണ പോലെ സാധാരണ ഒരു ലംബോർഗിനി ഉറുസ് അല്ല ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഞ്ചിനൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അത്യാവശ്യം നല്ല പവറാക്കി വെക്കുന്ന വണ്ടിയാണ് ഗൈസ്. ഈ വണ്ടി പിടിച്ച വീട്ടില് ഗൈസ് നല്ല പവറാണ് ഗൈസ്. പിന്നെ ഇതിന്റെ എക്സോസ്റ്റ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ ഇവിടെ താഴെ ആ 4 എക്സോസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, അവിടേക്ക് നോക്കിക്കോ ഗൈസ്. ഇത് പൊട്ടും ഗൈസ്. നമ്മുടെ മറ്റേ സൂപ്ര MK4 അല്ലേ ഗൈസ്, അതിന്റെ പോലെ പൊട്ടും ഗൈസ് ഇതിന്റെ എക്സോസ്റ്റ്. ഇതിന്റെ സാധനം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഈ കാർ വെച്ചിട്ട് റേസിങ്ങിന് പോകും. പറ്റുകയാണെങ്കിൽ കുറച്ച് ഓഫ് റോഡിന് പോകണം. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് ജമ്പിങ് ലൊക്കേഷനിൽ പോയിട്ട് വണ്ടി ഒന്ന് ചാടിച്ച് നോക്കണം. പിന്നെ നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്യണം ഗൈസ്. അപ്പൊ അതായിരിക്കും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ റേസിംഗ് നടക്കുന്ന ലൊക്കേഷൻ നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നേരെ നമുക്ക് ആദ്യം റേസിംഗിൽ പോവാം. ഓ ഗൈസ്, എക്സോസ്റ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നിങ്ങൾക്ക് ഈ എക്സോസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തന്നെ കമന്റ് ചെയ്യണം. പിന്നെ എക്സോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്. പിന്നെ ഈ ലംബോർഗിനി ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ, ഭയങ്കര പവറാണ് ഗൈസ്. എഞ്ചിനൊക്കെ അപ്ഗ്രേഡ് കാരണം വണ്ടി നല്ല പവറിലിരിക്കണം ഗൈസ്. വണ്ടി നേരെ കൺട്രോൾ ചെയ്ത് ഗൈസ്. എക്സോസ്റ്റ് പൊട്ടണുണ്ട് ഗൈസ്. ആക്സിലേറ്ററിൽ കൈയെടുക്കുമ്പോൾ വണ്ടി പൊട്ടണുണ്ട് ഗൈസ്. വേണ്ട ചെറുതായിട്ട് നേരം വിളിച്ചു വരുന്നുണ്ട് ഗൈസ്. നമ്മൾ വീഡിയോ എടുത്തോളം ഇത് രാത്രിയാണ്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയുടെ പോലെ ഇതിലൊരു ഫോർത്ത് അമ്മച്ചി ഉണ്ട് ഗൈസ്. ഞാൻ അതിന് ഫോർത്ത് അമ്മച്ചിക്ക് പേരിട്ടുണ്ട്. അതെന്തൊക്കെ പറയേണ്ടത് ഗൈസ്. നമ്മളങ്ങനെ റേസിംഗ് ലൊക്കേഷനിലെത്തി ഗൈസ്. നമ്മുടെ ഉറൂസ് അവിടെ ലംബോർഗിനി തന്നെ. ഞാൻ ഭയങ്കര റിച്ചാ ഗൈസ്. കുറെ വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ ഗെയിമിലാന്നുള്ളൂ. റിയൽ ലൈഫിൽ ഭയങ്കര താല്പര്യത്തില്ല. ശരിയാ ഗൈസ്, നമ്മുടെ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗൈസ്. സീൻ ഗൈസ്. ആ സൈഡിൽ നിൽക്കുന്നത് ബംഗാളിലാട്ടെ ഗൈസ്. ഞാന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഞാനല്ല, ഗെയിമിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ഞാൻ. ഓക്കെ, ഇവന്റെ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് മാറ്റി സെറ്റ് ആക്കി എടുക്കണം ഗൈസ്. നമ്മളെ വണ്ടി കണ്ട ഗൈസ്, ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലും വണ്ടി കുറച്ച് ഇടലും വണ്ടികൾ വന്നിട്ടുണ്ട് ഗൈസ് റേസിങ്ങിന്. ഗൈസ് റേസിംഗ് ഇപ്പൊ തുടങ്ങും ഗൈസ്. ഗൈസ് റേസിംഗ് തുടങ്ങി ഗൈസ്. ഈ വണ്ടി ചില കൺട്രോൾ ഇട്ടില്ല ഗൈസ്, എന്താ പ്രശ്നം ഗൈസ്? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ റേസിംഗ് തോറ്റാലും ജയിച്ചാലും അത് നിങ്ങളെ കാണിക്കും. ഓക്കെ, തോറ്റാലും ജയിച്ചാലും നിങ്ങളെ കാണിക്കും. ഓ അയ്യോ, കൺട്രോൾ ഇല്ല ഗൈസ്, കൺട്രോൾ ഇല്ല. പക്ഷെ എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റും. അയ്യോ ഗൈസ്, ചെറുതായിട്ടൊരു പണി പാടി. നമ്മുടെ ആ എന്താ പറയാ, ചെക്ക് പോയിന്റ് നമ്മൾ പെട്ടെന്ന് മാറിപ്പോയി ഗൈസ്. ആ ചെക്ക് പോയിന്റ് എടുക്കാൻ പറ്റില്ല. പ്രാവശ്യം മുതൽ വേഴ്സ് പോയിട്ട് പിന്നെ നമുക്ക് കയറാം. ഈ ഗെയിമിലുള്ള ഫീച്ചറുള്ള ഗൈസ്, നമുക്ക് ബാക്ക് പോയിട്ട് ചെക്ക് പോയിന്റ് കൂടെ തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഗെയിം നമ്മളെ തന്നെ ഓട്ടോ ബാക്ക് ആക്കും. അങ്ങനെയുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ തുടങ്ങും. അവന്മാരെ കയറി പോയി ഗൈസ്. അയ്യോ, ഈ വണ്ടിക്ക് തീരെ കൺട്രോൾ ഇല്ല ഗൈസ്, അതാണ് പ്രശ്നം. വണ്ടിയൊക്കെ പോട്ടെ, നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ മതി. തെറ്റി വരില്ല അവനായി വണ്ടി. ഒരു ഡിഫൻഡർ ഉണ്ട്, ഡിഫൻഡർ. ഓ സീൻ. അയ്യോ, അവന്മാരൊക്കെ കത്തിച്ച പോണ ഗൈസ്, നല്ല സുഖമുള്ള പോണ. അവന്മാരെങ്ങനെയും പിടിക്കണം. അയ്യോ, ചെക്ക് പോയിന്റ് പിന്നെയും പോയി.
അവന്മാരെ പിടിക്കണം പിടിക്കണം അവന്മാരെ പിടിക്കണം. നമ്മൾ 4-ാം സ്ഥാനത്തെത്തി കഴിച്ചു. 4 ഈ കുറച്ചും കൂടി കയറിപ്പോയിട്ട് അവന്മാരും കൂടി നമുക്ക് പിടിക്കണം. ലാസ്റ്റ് 2 ആയി കഴിച്ചു. നമ്മൾ 3 +2 2-ാം സ്ഥാനത്തെത്തി കഴിച്ചു. തീർച്ചയായും കൂടെ ഉള്ളൂ. അയ്യോ ചെക്ക് പോയിന്റ് പിന്നും പോയി. ഇവിടെ തുടങ്ങി. യെസ്, നമ്മൾ 1-ാം സ്ഥാനത്ത് കഴിച്ചു. ഞാൻ അവന്മാരും കയറ്റി വിടാൻ പാടില്ല. നമുക്ക് തന്നെ വേണം 1-ാം സ്ഥാനത്ത് കഴിച്ചു. അയ്യോ അയ്യോ നിക്കല്ലേ. വണ്ടിയുടെ സൈഡൊന്നും ഞാൻ നോക്കണില്ലേ കഴിച്ചു. നല്ല കോടികൾ കൊടുത്ത് വരുന്ന വണ്ടിയാണ്. ഇതുപോലെ കോടികൾ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ്. സൈഡൊക്കെ നോക്കി ചേർത്ത് വെക്കണോ? കുഴപ്പമില്ല, നമ്മളെ റിസ്കല്ലേ കഴിച്ചു. നമുക്ക് സെറ്റ് മതി. അയ്യോ വളവ്. ഈ വണ്ടി കൺട്രോൾ ചെയ്യാത്ത കാരണം വളവൊന്നും വളയ്ക്കാൻ പറ്റുള്ളൂ. കൈസോടുത്ത് നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട്. കൈസോടുത്താൻ ആരെ പറഞ്ഞില്ലേ? യെസ്. അയ്യോ കൺട്രോളില് ചെയ്യാത്ത തന്നെ വണ്ടി കൊണ്ട് സൈഡൊക്കെ പോയി ഇരിക്കണം. അവസാനത്തെ ലാപ്പ് കഴിച്ചു. എന്തായാലും ഒരുത്തനെ പോലും കടത്തി വിട്ടിട്ടില്ല. നമുക്ക് തന്നെ ഫസ്റ്റ് അടിക്കാം. അയ്യോ അമ്മര് വരുന്നു. കൺട്രോളില് പോടത്തൂടെ പോണേ. കുഴപ്പമില്ല. അവന്മാർ തൊട്ട് ബാക്കിലുണ്ട്. ഫസ്റ്റ് അടിക്കണം. യെസ് ഗൈസ്, നമ്മൾ ഫസ്റ്റ് അടിച്ചു ഗൈസ്. വണ്ടി മൊത്തം പോയി, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഫസ്റ്റ് അടിച്ചു ഗൈസ്. അതാണ് ഗൈസ് നമ്മുടെ ലംബോർഗിനി. നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് അടിക്കാനുള്ള ലെവലിലേക്ക് എത്തി വണ്ടി. യെസ്, നമ്മുടെ ഇടിച്ച കംപ്ലൈന്റ് ഒക്കെ റേസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സെറ്റ് ആക്കി എടുത്തു ഗൈസ്. അതങ്ങനെയാണ് ഗൈസ്. ഇനി നമുക്ക് ചെറുതായിട്ട് ഓഫ് റോഡ് പോകാം ഗൈസ്. ഓക്കെ, ഓഫ് റോഡിന്റെ ലൊക്കേഷൻ എവിടെയാണോ? റൂട്ടൊന്നും വലിയ പിടിയില്ല ഗൈസ്. അതാണ് ചെറിയ പ്രശ്നം. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ വേണ്ട. വെള്ളമൊക്കെ ഇല്ലാണ്ട് എന്ത് ഓഫ് റോഡ് അല്ലേ ഗൈസ്? നമുക്ക് നേരെ നമുക്ക് എങ്ങനെയും മാപ്പിലും സെറ്റ് ആകും. നമുക്ക് എങ്ങനെയും പോയി നോക്കാം. എക്സോസ്റ്റ് ഉണ്ടോ ഗൈസ്? എക്സോസ്റ്റ് പൊട്ടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇതിന്റെ എക്സോസ്റ്റ് ഒരുപാട് ഇഷ്ടമായി. ഇതിന്റെ സാധനം ഏതായാലും പൊട്ടണുണ്ടോ ഗൈസ്? ഭയങ്കര പവർ ഗൈസ് വണ്ടി കിട്ടല്ലേ. അയ്യോ പോയാന്. അയ്യോ കൺട്രോളില്. ഏതെങ്കിലും ആസിച്ചില്ല ഗൈസ്. ഓഫ് റോഡ്, ഇവിടെ ഓഫ് റോഡ് ഉണ്ട് ഗൈസ്. അറിയില്ല ഇവിടെ അല്ല. കുഴപ്പമില്ല, നമുക്ക് ഈ കാട്ടിക്കൊണ്ട് വാഴത്തോട്ടത്തിലേക്ക് പോയി. അയ്യോ വരാം. മെയിൻ റോഡ് ഓഫ് റോഡിന്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത്. എവിടെ നിൽക്കും ജസ്റ്റ് നോക്കട്ടെ. നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ.
ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ വെള്ളം വേണം. ആ അവിടെ വെള്ളം. നമുക്ക് ഇവിടേക്ക് പോവാം. ഏകദേശം ഇവിടെ ഇതല്ലേ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ വെള്ളം നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ ഓഫ് റോഡ് കൊണ്ട് വെള്ളം ഞാൻ എന്ത് ഓഫ് റോഡ് നമുക്ക് മാപ്പിൽ പറഞ്ഞ റൂട്ടിൽ കൂടെ പോകണ്ട. നമുക്ക് വഴി ഉണ്ടാക്കി പോകണം. അതാണ് പ്രശ്നം. നമ്മൾ വഴി ഉണ്ടാക്കി പോകും. അയ്യോ തട്ടി 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 കുഴപ്പമില്ല. അയ്യോ വണ്ടിയുടെ മിറർ പോയിട്ടില്ല. നമ്പർ നമുക്കത് ഓഫ് റോഡ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിൽ പോവാം. പറ്റിച്ചു കഴിച്ചത് വെള്ളമല്ല, റോഡായിരുന്നു. അതെ പറ്റിച്ചു, ചതിച്ചു ചതിച്ചു. സോറി, ഞാൻ ഞാൻ മണ്ടനായിരുന്നു. അതാണ് അതിന്റെ അപ്പുറത്തെ കഴിച്ച വെള്ളം. എന്താ ചെയ്യാ, ഞാൻ തന്നെ എന്നെ പറ്റിക്കുന്നുള്ളത്. വെള്ളത്തിൽ തന്നെ ഇതാണ് കഴിച്ച വെള്ളം. സോറി വെള്ളം. ഓ ഏതാ വണ്ടി വെള്ളത്തോട് വണ്ടിയുള്ള ഏതാ പൈപ്പില്ല. കുറച്ച് പൊട്ടണുണ്ട്. വണ്ടിയുടെ ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. എനിക്ക് കളർ ഇഷ്ടമായി. ഓ ഏതാ വെള്ളത്തിൽ കൂടെ. അയ്യോ കണ്ടി ഓക്കെ ചെറുതായിട്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ പക്ഷെ വെള്ളം കുറവുള്ളൂ. എന്താണോ അപ്പൊ എനിക്ക് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് പോകാൻ പറ്റണം. നമ്പർ പ്ലേറ്റ് വരിപ്പോയി. കുഴപ്പമില്ല പോട്ടെ. റോട്ടിൽ വെക്കുക വെള്ളം ഇതിനപ്പുറത്താണ്. ഇവിടെ വെള്ളച്ചാട്ടം കഴിച്ചു. നമ്മുടെ പോയ വണ്ടിയുടെ പൊടി പോലും കിട്ടുന്നുണ്ടല്ലോ. അയ്യോ പോയി 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 പോയി. പൊടിയായിട്ട് കിട്ടി വണ്ടി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഓടണ്ട കേട്ടോ. ഒരു വണ്ടി ട്രിപ്പിട്ട് കൊടുത്ത് നോക്കുക. ഏതാണ് വെള്ളച്ചാട്ടത്തിൽ കളിച്ചു നോക്കിയത് വണ്ടി ഓടുന്നത്. ചെറുതായിട്ട് പോണത്തിന്റെ പേര് ഇളക്കൊക്കെ ഉണ്ട് നോക്കുക. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ റൂട്ട് കൂടെ ഒന്ന് പോവാം. കിട്ടില്ല മുത്തല്. നമുക്ക് കൂടെ പോവാം. അയ്യോ കണ്ടി ബൈക്കുണ്ട്. പുഴയിൽ വെള്ളം കുറവുള്ളത് കഴിക്കണമെന്നാണോ? ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്ത്. ഓക്കെ, എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. അയ്യോ കൺട്രോളില്ല പോയി. കുഴപ്പമില്ല.
ഈ ഗെയിമിലുണ്ടല്ലോ നമ്മള് വണ്ടി എത്ര പൊടിയാക്കിയാലും അത് വെള്ളത്തിൽ ഇറങ്ങി ഞങ്ങൾക്ക് കഴുകി കിട്ടും മനസ്സിലായി. അങ്ങനെ പ്രത്യേകത ഈ ഗെയിം. അപ്പൊ ഞാനങ്ങനെ അധികം ഗെയിമുകൾ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ അധികം ഗെയിം കളിക്കാത്തോണ്ടാണോന്ന് അറിയില്ല. ഇതിലും ഓഫ്റോഡില്ല. ഈ കുറച്ച് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി പിടിക്കും. ട്രെയിൻ പോലും ട്രെയിൻ സോറി. റോഡിന് എടുക്കാനും മരം കൊണ്ടിട്ട് It is safe to do so. പുറത്തമ്മക്ക് എന്തൊക്കെയോ പറയണ്ട് വഴി പറയുന്നുണ്ട്. ഇവിടെ നിന്ന് റോട്ട് കുറച്ചേരം കാറ്റ് കുറവായിരുന്നു. അയ്യോ പെട്ടു വണ്ടി വിട്ടു പെട്രോള് ലംബോർഗിനിലെ വണ്ടി കഴിച്ച് ഏരിക്കോടാലും പൊക്കം മാരൊക്കെ പോളിസിയിലെ പോവാ. അയ്യോ ഈ പാറയ്ക്കോടെ കൊണ്ടിട്ട് ഇത് പോകാൻ പറ്റുന്ന ഒന്നുള്ളത് സോറി ഇതിനകത്ത് വഴിമാറിപ്പോയി. മോളിൽ പോകാൻ പറ്റുന്ന അപ്പാസിറ്റി അതൊക്കെ നമ്മൾ ടിപ്പ് പണ്ടർ വെച്ചിട്ട് മുമ്പ് ഒരു ഓഫ് റോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ കിടക്കാം. വണ്ടി കിടക്കുന്ന വണ്ടിയിൽ നോക്കിയാൽ പവർ എത്രയൊക്കെ വണ്ടി ഇടിച്ചാലും വണ്ടിയുടെ പവർ ഉണ്ടത്. അയ്യോ നമുക്ക് കുറച്ചു നേരം പോവാണ്. വണ്ടിയുടെ എക്സ്പ്രസ് ഊരി പോയി ഇപ്പൊ സൗണ്ട് മാത്രമേ ഉള്ളൂ. പൊട്ടറോള് എക്സ്പ്രസ് ഊരി പോയി. അയ്യോ സൗണ്ട് മാത്രമേ ഉള്ളൂ. എക്സ്പ്രസ് ഊരി പോയി. നമ്മളിപ്പോ വീണ്ടും ഓഫ് റോഡ് ചെയ്യും. ചെറിയ ഓഫ് റോഡ് ഏതല്ലേ
ഇന്റീരിയറുള്ള വ്യൂ കണ്ടത് സീനാണ്. In 400 yards, turn right. ഓ Turn സീൻ. right. അയ്യോ പോയി കാട്ടി പോയി. ആ ഓക്കെ ഇതൊക്കെ മറക്കാൻ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ ഇല്ലേ ഗൈസ്, അവിടേക്ക് പോയാലോ. അവിടെ പോയിട്ട് നമുക്ക് വണ്ടി ചാടിക്കാം. ഓ കുറെ ദൂരമുണ്ട് ഗൈസ്. സീൻ. ഇവിടെ എത്തണം. എന്ത് ലൊക്കേഷനിലേക്ക് ഇവിടെ എത്തണം ഗൈസ്, കുറെ ദൂരമുണ്ട്. Turn around when it is safe to do so. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഈ വണ്ടി കൊണ്ട് പറക്കാം ഗൈസ്, നല്ല സ്പീഡിൽ. ശിവന്മാരൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ട് റോട്ടിൽ ഇറങ്ങും, റോട്ടിൽ നമ്മൾ മാത്രം മതിയില്ല ഗൈസ്. അയ്യോ ആ പറഞ്ഞോളൂ എടുത്തു. ശിവന്മാരൊക്കെ പിടിച്ചിട്ട് പോകണം. At the roundabout, take the second exit. ഓ വഴി മാറിപ്പോയി കളിച്ച്, ഞാൻ വിചാരിച്ചാൽ ഇവിടെ. In 400 yards, turn right. എക്സോസ്റ്റ് വഴി പോയായിരുന്നു, സൗണ്ട് മാത്രമേ ഉള്ളൂ, ഫ്ലെയിം ഒന്നും വരുന്നില്ല. Turn right. ആ വഴി നമ്മൾ പിന്നെ ഓഫ് റോഡ് ചെയ്ത് ഏതാണ് ഓഫ് റോഡ്. In 400 yards, turn left. അയ്യോ ആരോ ഒന്നും വന്നു പിടിച്ചിട്ട് പോയാ. Turn left. പിന്നെ മെയിൻ റോഡിൽ എത്തിയത്. ആദ്യം വെയിലടിച്ച് വന്നില്ല, കുഴപ്പമില്ലേ. ആ നെഞ്ചത്തേക്ക് അവിടെ നെഞ്ചത്തേക്ക്. നമ്മളും മോശമല്ല. ആരും പിടിച്ച് സൈഡിലാക്കി. ആ കുഴപ്പമില്ല. ഞാനിതിൽ സംസാരിക്കുന്ന ഇത്തിരി ഓവറാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ പറയുന്നത് ശരിക്കാണ് എനിക്ക് സംസാരിക്കാൻ ഇതിന് വീഡിയോ എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കണോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. ഓക്കെ ഒമാരൊക്കെ ഇതിരി റോങ് സൈഡ് വരുന്നുണ്ട്. നമ്മൾ എന്നിട്ട് എന്നിട്ട് വണ്ടി കയറണുണ്ടോ ഏതാ. അയ്യോ പെട്ടെന്ന് കീബോർഡില് ഞെക്കണ്ട അക്ഷരം മറിച്ച്.
കീബോർഡിൽ ഞെക്കട്ടെ, കീ മാറിപ്പോയി. ഞാനിത് വണ്ടി കൊണ്ടിരിക്കുന്നത് 400 yards. Turn left. നമ്മുടെ വണ്ടിയുടെ 2 മിററും പോയി. Turn left. In 400 yards, turn right. Turn right. അയ്യോ, പാലം 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 സ്ഥലത്ത് കയറി ഇപ്പൊ നനച്ചു കൊടുക്കും. ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ നിന്നു. Hola, mi amigo. I was talking to എന്തോ someone പറയണ്ടായിരുന്നു. passing car in a granero somewhere in this area. Would you be interested in restoring a pickup truck? എന്തോ പറയുന്നത്. In 400 yards, turn left. ഗൈസ്, നമ്മളങ്ങനെ ഏകദേശം ലൊക്കേഷനിലെത്താറായി ഗൈസ്. എനിക്ക് ചെറിയ ഓഫ് റോഡ് ഉണ്ട്. Turn left. You have arrived at your destination. വന്നിട്ട് ചെറിയൊരു മനസ്സുഖം. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ പോയിട്ട് വണ്ടി അടിക്കുന്നത്. എക്സോസിൽ ഫ്ലെയിമൊന്നും വരുന്നില്ല, എക്സോസ് കൂടിപ്പോയി, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഓ, 100 കഴിഞ്ഞു പോയി. ഒരു 300 അടിച്ച് ചിലപ്പോ പുഴ കിടക്കും, അല്ലെങ്കിൽ പുഴയുടെ നടുക്ക് കിടക്കും. ഒരു 200 പറഞ്ഞ ചിലപ്പോ പുഴയുടെ നടുക്ക് കിട്ടും. ഇതിന് മുകളിൽ പോയപ്പോൾ പുഴ കിടക്കും. നമ്മുടെ ലക്ഷ്യം പുഴ കിടക്കണം എന്നാണ്. 215, 220. ഓ ഗൈസ്, 228 വരെ അവിടെ എത്തുള്ളൂ ഗൈസ്. മിക്കവാറും പുഴയുടെ നടുക്കൽ കാണിക്കാൻ. യെസ് ഗൈസ്, പുഴയുടെ നടുക്ക്, കറക്റ്റ് പുഴയുടെ നടുക്ക് എത്തി ഗൈസ്. ഓ, ഒരു ഇത്തിരി കൂടി കിടന്നിറങ്ങി പുഴ കടന്നാണ് ഗൈസ്. എന്തായാലും ഇതുവരെ ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വണ്ടികൾ ഇങ്ങനെ ടെമ്പറേച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിനാലൊക്കെ ഭേദമായിട്ട് ഈ വണ്ടി കടന്നു തോന്നുന്നുണ്ട്. ഈ വണ്ടിയുടെ എഞ്ചിനൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വരണം തോന്നുന്നു. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു സേവനത്തിൽ വണ്ടി കൊണ്ടുപോയി പുഴ കടക്കും ഗൈസ്. അതാണ് ഗൈസ് നമ്മളെ. ഓ ഗൈസ്, മാണില്ല പുഴ വണ്ടി. അത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് നോക്കില്ല. ഓ, ടീം ഡ്രിഫ്റ്റ്. ഒപ്പുറത്തെ കൊണ്ടുപോയി. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യാൻ പോണത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ. അപ്പൊ ഇതുപോലെ അടുത്തത് ഏത് വണ്ടി
ഓഫ് റോഡിന് ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ പറയണ വണ്ടിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.